ഇവിടെ ആക്സിഡന്റ് ഒരുപാട് കഴിഞ്ഞതാണ്. ലോറി രണ്ട് പ്രാവശ്യങ്ങളായിട്ട് ലോറിയും മറ്റേ ചെറുവണ്ടികളൊക്കെ കൂട്ടിമുട്ടിയിട്ട് 2 തവണ ഒരാഴ്ച വ്യത്യാസത്തിൽ 2 തവണ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ബസ് സ്പീഡിലാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ഇവിടുത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ബസ് സ്ലോ ആയിട്ട് വരേണ്ട കേസാണ്. കാരണം വെച്ചാൽ ആ സർവീസ് റോഡ് അവിടെ പ്രത്യേകിച്ച് ഈ സർവീസ് റോഡിൽ നിന്ന് ഇച്ചിരി ഇറക്കും കയറ്റം പോലെ നടന്ന സ്ഥലമാണ്. പിന്നെ ചെറിയ സ്ലോ ആണ് ഈ സർവീസ് റോഡ്. അപ്പോൾ അത് ഈ പ്രദേശത്തെ സ്ഥിതി ഘടന വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ വളരെ ഈ ബൈക്കേറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് പേടിയാവും. കാരണം മാർബിൾ പോലെ ഇങ്ങനെ കണ്ണാടി പോലെ നിൽക്കുന്ന സമ്പ്രദായമാണ്. ഇത് മാത്രമല്ല വെള്ളം നല്ല വരുന്നുണ്ട് ഈ സർവീസ് റോഡിൽ. അപ്പോൾ ഈ മാത്രമല്ല ഈ വളാഞ്ചേരി ഭാഗത്തും പെരുന്തൽമണ്ണ ഭാഗത്തും വരുന്ന ബസ്സുകളൊക്കെ ഈ സൈഡിൽ കൂടെയാണ് വരുന്നത് സർവീസ് റോഡ്. പിന്നെ നമുക്ക് ഇവിടുന്ന് പിന്നെ വരുമ്പോൾ ലിമിറ്റഡ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ നല്ല ഈ സൈഡിൽ കൂടെ വരാം. അത് നമുക്ക് ബൈക്കേറ്റ് വരുമ്പോൾ തന്നെ ഇവിടെ ഭയങ്കര ഇതാണ്, മഴ പെയ്യുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ ഈ മാത്രമല്ല ഇതിൻ്റെ മുമ്പ് ഇവിടെ ആക്സിഡന്റ് ഒരുപാട് കഴിഞ്ഞതാണ്. ലോറി രണ്ട് പ്രാവശ്യങ്ങളായിട്ട് ലോറിയും മറ്റേ ചെറുവണ്ടികളൊക്കെ കൂട്ടിമുട്ടിയിട്ട് 2 തവണ ഒരാഴ്ച വ്യത്യാസത്തിൽ 2 തവണ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് തന്നെ ഒരു വർഷം മുമ്പേ തൊട്ടപ്പുറത്ത് ആ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അവിടെ ആയിട്ട് ഒരു ടൂറിസ്റ്റ് ബസ് കീഴായി മറിഞ്ഞ് ഒരുപാട് പേർക്ക് പരിക്കും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഈ നിയമങ്ങളോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഒരു ഗൗനിക്കുന്നില്ല എന്നൊക്കെയാണ് തോന്നുന്നത്.